നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലൈനപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പറയുന്നത്. നമുക്കറിയാം ഡ്യൂറന്റ് കപ്പ് 2024 ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരം നാളെ വൈകിട്ട് നടക്കുകയാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 4 മണിക്കാണ് നാളെ മത്സരം നടക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത 8 ഗോളിന്റെ മികച്ച വിജയം സ്വന്തമാക്കിയതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ വിജയിച്ചാൽ ഏതാണ്ട് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാനും ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നതാണ്. നമുക്കറിയാം ഡ്യൂറന്റ് കപ്പ് ഇത്തവണ 6 ഗ്രൂപ്പുകളിലായിട്ടാണ് നടക്കുന്നത്. 6 ഗ്രൂപ്പുകളിലെയും 1-ാം സ്ഥാനക്കാരും അതുപോലെ തന്നെ 6 ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഏറ്റവും മികച്ച 2 രണ്ടാം സ്ഥാനക്കാരുമാണ് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുക. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ലൈനപ്പിലേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ രീതിയിലുള്ള ലൈനപ്പാണ് പറയുന്നത്. സോ കഴിഞ്ഞ മത്സരത്തിലെ ലൈനപ്പ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. അതിൽ നിന്ന് 2 മാറ്റങ്ങൾക്കാണ് ഞാൻ സാധ്യത കാണുന്നത്. ഒന്ന്, ഗോൾ പോസ്റ്റിലെ ഗോൾ കീപ്പറായിരുന്ന സോം കുമാറിന് പകരം ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു ഗോൾ കീപ്പറായിട്ടുള്ള നോറ ഫെർണാണ്ടസ് കളത്തിലിറങ്ങാൻ സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ഫ്രെഡിക്ക് പകരം മറ്റൊരു താരമായിട്ടുള്ള അസ്ഹർ കളത്തിലിറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് മുംബൈക്കെതിരെ ഉള്ള സ്കോഡിൽ നിന്നും സോമും ഫ്രെഡിയും പോകും, പകരം നോറയും അതുപോലെ തന്നെ അസ്ഹറും എന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ആദ്യ 11 എന്ന് പറയുന്നത് നോറ ഫെർണാണ്ടസ്, സഹീഫ്, ഓർമിപ്പാം, മിലോസ്, ഐബൻ, ലൂണ, ദാനിഷ്, അസ്ഹർ, ഐമൻ, പെപ്ര, നോഅ എന്നിവർ ആദ്യ 11 കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സോ ബൈ.